അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്ക് വിശുദ്ധ റമദാനിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രമേയം മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലെ അണ്ഡകടാഹത്തിലെ പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളും പടച്ചതമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ് എന്ന് പറയാം. കാരണം ഖുർആൻ ഒരിടത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ എൻ്റെ പ്രതിനിധിയായാണ്, അംബാസഡറായാണ് ഭൂമിയിൽ മനുഷ്യനെ നിയോഗിച്ചിരിക്കുന്നത്. നല്ല നല്ല സന്ദർഭങ്ങൾ നൽകി സുഹൃതങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം സമ്മാനിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, നാഥനിലേക്ക് അള്ളാഹു നമ്മെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ അടുക്കാൻ ക്ഷണിക്കുന്ന റബ്ബ് തന്നെ നമ്മെ ക്ഷണിക്കുന്ന, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ക്ഷണിക്കുന്ന ഒരു നല്ല അവസരമാണ് വിശുദ്ധ റമദാൻ. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ കൂടുതൽ കരുത്തനാകുന്നത് അവൻ്റെ കൂടെ ഒരാൾ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ. കൂടുതൽ പാർട്ട്നേഴ്സുള്ള, നല്ല ശക്തരായ പാർട്ട്നേഴ്സുള്ള ബിസിനസ് സംരംഭം വിജയിക്കും. നല്ലൊരു ലൈഫ് പാർട്ട്ണർ, ബെറ്റർ ഹാഫ്, ഭാര്യ കൂടെയുള്ള ഒരു ഭർത്താവ് ധൈര്യസമേതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു ആത്മശക്തി നൽകുന്ന ഭർത്താവുള്ള ഭാര്യ ഒരിക്കലും പരാജയപ്പെടില്ല. ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയം തൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ശക്തനാണ് എന്ന ചിന്തയാണ്. വീഴുമ്പോൾ താങ്ങും തണലും നൽകാൻ എൻ്റെ കൂടെ വേണ്ടപ്പെട്ടവരുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ഒരു ആത്മധൈര്യമാണ്. മനുഷ്യൻ അവൻ്റെ കൂടെ എപ്പോഴും അള്ളാഹു ഉണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തോളം ഒരിക്കലും പ്രയാസപ്പെടില്ല. ഏത് ആപൽഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെയും ഭയപ്പെടേണ്ടതില്ല. ഏറ്റവും ശക്തമായ, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു മന്ത്രമാണ്, ദിക്റാൻ. ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, നിഅ്മൽ മൗല വ നിഅ്മൻ നസീർ. ഒരു ദിവസം 450 തവണ ചുരുങ്ങിയത് ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, നിഅ്മൽ മൗല വ നിഅ്മൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, എനിക്ക് എല്ലാറ്റിനും മതിയായവനായി അല്ല മതി എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സുബഹി കഴിഞ്ഞ ഉടനെ മുഅ്മിനീങ്ങൾ 450 തവണയെങ്കിലും ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ എന്ന് ചൊല്ലുന്നത് വലിയ ഗുണമാണ്. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, എനിക്കെല്ലാം അള്ളാഹു മതിയായവനാണ് എന്ന ചിന്തയാണ് ആ ദിക്ർ പ്രദാനം ചെയ്യുന്നത്. നമ്മൾ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പരിവാരങ്ങളുമായി അതിൻ്റെ ചാരത്തെത്തി നിൽക്കുകയാണ്. മുമ്പിൽ വലിയ പാരാവാരം, പിറകിൽ ഫറോവയും കിങ്കരന്മാരും ശത്രു സമൂഹം, മുന്നിൽ രക്ഷയില്ലാത്ത കടൽ. തിരിഞ്ഞോടിയാൽ അകപ്പെടുന്നത് ഏറ്റവും വലിയ ക്രൂരന്മാരായ ശത്രുക്കളുടെ കൈകളിൽ. പക്ഷേ പകച്ചു നിന്നില്ല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൻ്റെ അവലംബമായ വടി കയ്യിലെടുത്തുകൊണ്ട് അതാ റബ്ബിൽ തവക്കുലാക്കി, പടച്ച തമ്പുരാനിൽ ഭരമേൽപ്പിച്ച്, ആ നാഥൻ എൻ്റെ കൂടെയുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം കൊണ്ട് നൈൽ നദി പിന്നീട് തുണയാകുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രം നമുക്കറിയാമല്ലോ. ഫറോവ ആ വെള്ളത്തിൽ മുങ്ങി രാംസിസ് എന്ന് പിന്നീട് ചരിത്രം വിളിച്ച ഫിർഔൻ ചത്തുമലച്ചുപോയി. ഇന്നും ലോകത്തിന് ദൃഷ്ടാന്തമായി എംഹാം ചെയ്ത് അയാൾ സൂക്ഷിക്കപ്പെടുകയാണ്. പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുക്കൾ തീക്കുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹു ഉണ്ട്
എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് നല്ല തണുപ്പുള്ള കിടക്കയായി മാറുകയാണ്. ഇങ്ങനെ മുൻഗാമികളുടെ ഓരോ ചരിത്രം എടുത്തു നോക്കിയാലും പ്രവാചകന്മാരുടെ, മുത്തുനബിയുടെ, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളിൽ, ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലെല്ലാം അള്ളാഹു ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ, കോൺഫിഡൻറ്റോടുകൂടെ, വിൽ പവറോടെ എവിടെയൊക്കെ മുന്നേറിയിട്ടുണ്ടോ അവിടെയെല്ലാം വിജയം സുനിശ്ചിതമായ അത്ഭുത കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. പ്രത്യേകമായി നമ്മളോട് ചൊല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ ദിക്റിൻ്റെ ആന്തരാർത്ഥം, അല്ലാഹുവേ നീ നൽകിയതല്ലാതെ എനിക്കില്ല, നീ നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ലോകത്തൊരാൾക്കും എനിക്കൊന്നും തരാൻ സാധ്യമല്ല. അതേ സമയത്ത് നീ തടയാൻ ഉദ്ദേശിച്ചെങ്കിൽ ലോകത്തൊരു ശക്തി വിചാരിച്ചാലും അത് നൽകാൻ സാധ്യമല്ല. അപ്പോൾ അള്ളാഹു നൽകിയത് മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ, അള്ളാഹു തടഞ്ഞത് മറ്റൊരാൾക്കും നൽകാൻ കഴിയില്ല എന്ന അടിയുറച്ച വിശ്വാസം. നീ നൽകിയത് നൽകാൻ ഉദ്ദേശിച്ചാൽ ഏത് കുതന്ത്രങ്ങൾ വെച്ച് ആര് തടഞ്ഞാലും അതെനിക്ക് ലഭിക്കും. യജമാനനായ നീ എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ലോകത്തേത് ശക്തി തരാൻ ഉദ്ദേശിച്ചാലും, എന്ത് കുതന്ത്രങ്ങൾ പണിതാലും അതെനിക്ക് ലഭിക്കില്ല എന്നാണ് അതിൻ്റെ സാരം. ഈ വിശ്വാസം ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം മുഅ്മിനായ, വിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ 6 വിശ്വാസകാര്യങ്ങളിൽ ഒന്ന് അൽ ഈമാനു ബിൽ ഖദർ, വിധി വിശ്വസിക്കൽ, ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയായാലും തിന്മയായാലും, സന്തോഷമായാലും ദുഃഖമായാലും അതെല്ലാം ജീവിതത്തിൻ്റെ ഇരുപുറങ്ങളാണ്, നാണയങ്ങളാണ്. രാവും പകലും, ചൂടും തണുപ്പും, ആണും പെണ്ണും, ഇത് പ്രകൃതിയുടെ പരമസത്യമാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഇത് രണ്ടും അനുഭവിക്കാൻ, ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത മനുഷ്യന് ആവശ്യമുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ മനസ്സിടുങ്ങാൻ പാടില്ല, തകർന്നു പോകാൻ പാടില്ല. സന്തോഷങ്ങൾ വരുമ്പോൾ അതിരുവിട്ട് സന്തോഷിക്കരുത്. വജഅൽനാകും ഉമ്മത്തൻ വസത്വ, മാധ്യമ സമുദായമായിട്ടാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ. അതിരുവിട്ട് സന്തോഷമില്ല, ആഴത്തിലുള്ള ദുഃഖവുമില്ല, എല്ലാം മീഡിയം, വളരെ നോർമലായി കൈകാര്യം ചെയ്യാൻ മനുഷ്യൻ പഠിച്ചാൽ പ്രയാസങ്ങളില്ലാത്ത ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിരാശയാണ് ദുഃഖങ്ങൾക്ക് കാരണം. എന്തുകൊണ്ടാണ് നിരാശ ഉണ്ടാകുന്നത്? അതിരുകളില്ലാത്ത ആഗ്രഹങ്ങൾ, അതിരുകളില്ലാത്ത സ്വപ്നം കാണുന്നത് കൊണ്ടാണ്. വരുമാനങ്ങൾക്കനുസരിച്ച് ചെലവഴിക്കാൻ തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സ്വപ്നങ്ങളുമായി നടക്കുകയും തൻ്റെ ജീവിതങ്ങളെ മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളുമായി തുലനപ്പെടുത്താതെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിരാശയുണ്ടാവില്ല. പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. നിന്നേക്കാൾ സമ്പത്ത് കൂടുതലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല. നിന്നേക്കാൾ വലിയ വീട് വെച്ച ആളിലേക്ക് നോക്കരുത്. അനുഗ്രഹങ്ങൾ നിന്നേക്കാൾ കുറവ് നൽകപ്പെട്ടവരിലേക്ക് വീക്ഷിക്കുകയാണെങ്കിൽ അതിനേക്കാൾ എനിക്ക് കൂടുതലുണ്ടല്ലോ എന്ന ആശ്വാസത്താൽ എപ്പോഴും മനസ്സിന് സമാധാനമായിരിക്കും. സമ്പത്തും ബുദ്ധിയും സൗന്ദര്യവും തുടങ്ങി എണ്ണപ്പെടുന്ന അനുഗ്രഹങ്ങൾ തന്നേക്കാൾ കൂടുതൽ നൽകപ്പെട്ടവരിലേക്കാണ് കണ്ണുവായിക്കുന്നത് എങ്കിൽ എപ്പോഴും നിരാശയാണ് ഫലമുണ്ടാവുക. ആ നിരാശ പിന്നീട് വലിയ മാനസിക വിഭ്രാന്തിയും പ്രയാസവും ഉണ്ടാക്കും. അത് ആരോഗ്യകരമായും വലിയ പ്രയാസമാണ്. ടെൻഷൻ, പ്രഷർ, സന്തോഷവും സമാധാനവും ഇല്ലാത്ത മനസ്സുണ്ടാകുമ്പോൾ അതെപ്പോഴും ശരീരത്തിൽ നിഴലിക്കും. പ്രഷറായി, ഷുഗറായി, അമിത രക്തസമ്മർദ്ദമായി, വിവിധ രൂപത്തിൽ അതിൻ്റെ അപകടങ്ങൾ ശരീരത്തിൽ കാണിക്കും. മാനസിക സുഖമാണ് ശരീരത്തിൻ്റെയും സുഖം. അതുകൊണ്ട് മനസ്സെപ്പോഴും നോർമലായി നിൽക്കാൻ വളരെ കുറഞ്ഞ അനുഗ്രഹം ലഭിച്ചവരിലേക്ക് ഉൻദുറു മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. പ്രവാചകരുടെ പുണ്യം നിറഞ്ഞ വാചകങ്ങളാണ്. നിന്നേക്കാൾ ഉയർന്ന അനുഗ്രഹങ്ങളിലേക്ക് നീ ഒരിക്കലും നോക്കാൻ പാടില്ല. നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കൂടുതലാണ് എന്ന് ബോധ്യപ്പെടാൻ അതാണ് ഏറ്റവും നല്ലത്. ദുഃഖങ്ങൾ പെരുകുമ്പോൾ അത് ഡിപ്രഷനിലേക്കും ഭീകരമായ ആത്മഹത്യയിലേക്കും വഴുതുന്നത് നമ്മൾ കാണുന്നില്ലേ?
എത്ര അനുഗ്രഹങ്ങളുണ്ടായാലും, സമ്പത്താവട്ടെ, സൗകര്യങ്ങളാവട്ടെ, ബുദ്ധിയാവട്ടെ, വിവരമാവട്ടെ, ഇതെല്ലാം അനുഗ്രഹങ്ങളുടെ ഏറ്റവും ഉന്നതമായ വിധാനങ്ങളാണ്. പക്ഷേ അത് മതി പോരെന്ന് തോന്നുമ്പോൾ, അതിനേക്കാൾ കൂടുതലുള്ളവരിലേക്ക് നോക്കുമ്പോൾ അത് കുറച്ചലായി നമുക്ക് അനുഭവപ്പെടും. അത് അപകടമാണ്. നോക്കൂ, നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവരാണ് ഒരു തുണ്ട് കയറിൽ, ഒരു കഷ്ണം ഗുളികകളിൽ തൻ്റെ വിലപ്പെട്ട ജീവൻ വെടിയുന്നത്. അള്ളാഹു നൽകിയിരിക്കുന്ന വരദാനമാകുന്ന ജീവൻ ഒരിക്കലും നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നശിപ്പിക്കാൻ അനുവാദമില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്താണ് ജീവൻ. അത് നിലനിർത്താൻ എത്ര കോടികളാണ് നമ്മൾ ചെറിയൊരു കുഞ്ഞിൻ്റെ രോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ജീവൻ അള്ളാഹുവിൻ്റെ വരദാനമാണ്. അത് അള്ളാഹുവിന് മാത്രമേ തിരിച്ചെടുക്കാൻ അനുവാദമുള്ളൂ. സ്വന്തം കൈ കൊണ്ടത് നശിപ്പിക്കുന്നത് വലിയ അപകടമാണ്, പൊറുക്കാനാവാത്ത അപരാധം. അതാണ് അള്ളാഹു പറയുന്നത്, വലാ തുൽഖൂ ബിഐദിക്കും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് വലിച്ചെറിയരുത്, ആത്മഹത്യ ചെയ്യരുത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നമ്മൾ ആ വാർത്ത കേട്ടത്. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നിസ്സാരമായ കാരണത്തിൻ്റെ പേരിൽ, ചില്ലറ പ്രശ്നത്തിൻ്റെ പേരിൽ CJ റോയ് ആത്മഹത്യ ചെയ്തു. കേട്ട് മരവിച്ചുപോയി ആ വാർത്ത. എന്തിൻ്റെ കുറവാണ്? ഒരു നിമിഷത്തെ മാനസിക പ്രയാസമാണ്. മനസ്സിനെ പിടിച്ചു നിർത്താൻ, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, എനിക്കിതിനെയെല്ലാം ഓവർകം ചെയ്യാൻ എൻ്റെ കൂടെ ഒരാളുണ്ട് എന്ന ചിന്ത, എനിക്ക് ദൈവമുണ്ട് എന്ന വിചാരം, എന്നെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് കഴിയും എന്ന ഒരു വിൽ പവർ, ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ സെക്കൻഡുകളിൽ ജീവൻ വെടിയുകയാണ്. എത്ര വലിയ നഷ്ടമാണ് ഈ രാജ്യത്തിന് വരുത്തി വെച്ചത് ആ ഒരു വലിയ വ്യക്തിയുടെ മരണം കൊണ്ട്. നോക്കൂ നിങ്ങൾ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്താണ് അതിനുള്ള പരിഹാരം? തൻ്റെ കൂടെ എനിക്കെല്ലാറ്റിനും പറ്റിയ ഒരാൾ, ഏറ്റവും ശക്തനായ ഉടയ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിയുന്ന മാലിക്കുൽ മുൽക്കായ, ആർക്കും അതിജയിക്കാൻ കഴിയാത്ത ശക്തി, അതാണ് അള്ളാഹു. അള്ളാഹു ഉണ്ട് എന്ന ഏറ്റവും നല്ല വിശ്വാസം, ഈമാൻ, ആ ഉറച്ച വിശ്വാസം കൊണ്ടാണ് പ്രവാചകന്മാർ വിജയിച്ചത്. അതുപോലെ തന്നെ മുൻഗാമികൾ രക്ഷപ്പെട്ടത്. അവരുടെ കൂടെ മാത്രമല്ല, നമ്മുടെ കൂടെയും അള്ളാഹു ഉണ്ട്. പക്ഷേ ആ വിശ്വാസം നമുക്ക് വേണ്ട വിധം വരുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് ആ അള്ളാഹുവിന് നമ്മൾ എതിർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് നമ്മൾ അടുക്കേണ്ട സന്ദർഭങ്ങളിൽ അകലുന്നത്. അള്ളാഹു നമ്മളെ അടുപ്പിക്കാൻ നൽകിയിരിക്കുന്ന ഒരു സുന്ദര സന്ദർഭമാണ് വിശുദ്ധ റമളാൻ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കണ്ട നാളിയേക്കാൾ സമീപസ്ഥനാണ്, മിൻ ഹബിലിൽ വരീദ്, നമ്മുടെ കഴുത്തിലെ നരമ്പിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ദുആ ചെയ്യൂ. യജമാനനായ റബ്ബ്, അവൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന വിശ്വാസം, ആ വിശ്വാസം പ്രാർത്ഥനയിലേക്ക് നയിക്കണം. പ്രാർത്ഥന നിരതമാകേണ്ട രാപ്പകലുകളാണ് വിശുദ്ധ റമളാൻ. ആ പ്രാർത്ഥനകളിലൂടെ യജമാനനായ അള്ളാഹുവിനോട് നമുക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്നു. എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം അള്ളാഹു നമ്മളെ അടുപ്പിക്കുന്നു. ഈ സാമീപ്യമാണ് ജീവിതത്തിന് ഊഷ്മളത നൽകുന്നത്, വിജയം നൽകുന്നത്. ഒരിക്കലും നമുക്ക് പരാജയപ്പെട്ടു പോകാനുള്ള അവസരം ഇല്ലാതെ വരുന്നത്. അതിനുള്ള ഈ സുന്ദരമായ അവസരങ്ങളെ നമുക്ക് മുതലെടുക്കാൻ കഴിയണം. യജമാനനായ സർവേശ്വരനായ അള്ളാഹു എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ആത്മവീര്യം ജീവിതത്തിന് വഴികാട്ടിയായി നമുക്ക് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും റമളാൻ സന്തോഷങ്ങൾ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.